ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമുക്കിതൊരു പുതിയ വീഡിയോയിലേക്ക് പോകാം. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മുട്ടത്തീയലാണ്. അതിന് ഞാനിവിടെ 6 മുട്ട എടുത്തിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് പുഴുങ്ങാൻ വയ്ക്കാം. ഓൺ ചെയ്ത് ഒരു പാത്രത്തിൽ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഇനി മുട്ട ഇട്ട് കൊടുക്കാം. ഇതവിടെ കിടന്ന് ഒന്ന് നല്ലവണ്ണം വെന്ത് റെഡിയായി വരട്ടെ. ഒരു ചീനിച്ചട്ടി അടുപ്പി വെക്കാവേ. ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ അകത്തോട്ട് ഒരു മുറി തേങ്ങ ഇട്ട് കൊടുക്കുക. ആ തേങ്ങ അവിടെ കിടന്ന് നല്ലവണ്ണം വറുത്ത് വന്നാലേ ഉള്ളൂ തീയലൊരു ടേസ്റ്റ് ഉള്ളൂ. തേങ്ങയ്ക്കകത്ത് വെള്ളമെല്ലാം പറ്റട്ടെ. അപ്പം നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഒരു ഉള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം. ചുമന്നുള്ളി ചെറുത്. രണ്ടൊന്ന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. തീയലിൽ വറക്കുമ്പോൾ തീ കുറച്ച് വെക്കണേ. ഒരു ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാവേ. ഇതിവിടെ കിടന്ന് നല്ലപോലെ നമുക്ക് വറന്ന് വെക്കാം. ഇതിൻ്റെ ബാക്കിയുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. തേങ്ങ വറന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മസാലപ്പൊടി. ഇത്ര ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഇളക്കി വെക്കാവേ. ഇതിൻ്റെ ആ പച്ച ചുവയൊന്ന് മാറി കിട്ടണേ. അത്രേ ഉള്ളൂ. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കാം. അതിൻ്റെ തേങ്ങയുടെ ചൂട് കൊണ്ട് അത് വറന്നു വന്നോളൂ. നല്ലവണ്ണം ആറി വരട്ടെ. എന്നിട്ട് നമുക്കത് അരച്ചെടുക്കാം. നമ്മുടെ തേങ്ങ ആറിയിട്ടുണ്ട്. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്തോണ്ട് വരാവേ. അടുപ്പിൽ വെച്ച ശേഷം അത് ചൂടായ ശേഷം അതിൻ്റെ അകത്തോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ അകത്തോട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാവേ. ആ കടുക് ഒന്ന് അവിടെ കിടന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടിക്കഴിഞ്ഞ് അതിൻ്റെ അകത്തോട്ട് നമുക്കൊരു മീഡിയം സൈസ് 2 സവോള അരിഞ്ഞ് വെച്ച് കൊടുക്കാം. ആ സവോള ഒന്ന് പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഉപ്പിട്ട് കൊടുക്കാം. സവോള ഒന്ന് ഒരുമാതിരി വഴന്ന് വരട്ടെ. സവോള ഒരുമാതിരി വഴന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാവേ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ആ പച്ചമണം ഒന്ന് പോണേ. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു തക്കാളി അരിഞ്ഞതിട്ട് കൊടുക്കാവേ. ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞ് വെച്ച് കൊടുക്കും. ഇത്രയും സാധനം ഇവിടെ കിടന്ന് നല്ലവണ്ണം വഴന്നു. അതിൻ്റെ അകത്തോട്ട് ഞാൻ ഇട്ട് പോയൊരു കാര്യമുണ്ട്. 3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. കാരണം നമ്മൾ തേങ്ങയ്ക്ക് മുളക് പൊടി ഇട്ടിട്ടുണ്ടല്ലോ, ഇത്തിരി എരിവ് വേണ്ട. അത് കാരണം 3 പച്ചമുളക് ഇതെല്ലാം കൂടെ കിടന്നൊന്ന് വഴന്നു. ഒരുമാതിരി വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ അകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മൂന്ന് കിഴങ്ങ് പുഴുങ്ങിയതാണ്. അതായത് അതും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കിഴങ്ങ് അരിഞ്ഞിടാം. ഞാനിത് പുഴുങ്ങിയിട്ട് അതിൻ്റെ അത് ഇട്ടിട്ടാണ് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാവേ.
ഇതവിടെ കിടന്നൊന്ന് നല്ല എല്ലാം കൂടെ ഒന്ന് കൂടി ചേർന്ന് വെന്ത് വരട്ടെ. അടച്ചു വെച്ചു. കിഴങ്ങും സവോളയും തക്കാളിയൊക്കെ നല്ലപോലെ വെന്തോ നോക്കാം. എല്ലാം നല്ലപോലെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ടേ. നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പങ്ങോട്ട് ഇട്ട് കൊടുക്കുക, ഒഴിച്ചു കൊടുക്കുക. ഒന്ന് കഴുകിയെടുക്കാവേ. അരപ്പിൻ്റെ പാത്രം ഒന്ന് കഴുകി ഒഴിച്ചു കൊടുക്കുക. ഇത്തിരി ഉപ്പൂടെ ഇട്ട് കൊടുക്കാവേ. കുറച്ച് ഉപ്പൂടെ ഇട്ടേ. അതിൻ്റെ അകത്തോട്ട് മുട്ട പെറുക്കിയിട്ട് കൊടുക്കാം. ഇനി ഇതിവിടെ കിടന്ന് ഒന്ന് എണ്ണ തെളിഞ്ഞു വരുന്നിടം വരെ ഒന്ന് കുറുകി വരട്ടെ. അങ്ങനെ നമ്മുടെ മുട്ടത്തീയൽ റെഡിയായി നോക്കാവേ. നമ്മുടെ മുട്ടത്തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ മുട്ടത്തീയൽ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.